തൃപ്പൂണിത്തുറയിൽ പൊട്ടിത്തെറിച്ചത് മത്സര വെടിക്കെട്ടിന് എത്തിച്ച സ്ഫോടക വസ്തുക്കൾ. പുതിയകാവ് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് തെക്കുംപുറം വിഭാഗം ഇന്നലെ വെടിക്കെട്ട് നടത്തി. ഇന്ന് വടക്കുംപുറം വിഭാഗം വെടിക്കെട്ട് നടത്താനിരിക്കെയാണ് അപകടമുണ്ടായത്. ഈ അനധികൃതമായാണ് വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിച്ചതെന്ന് കളക്ടർ പറഞ്ഞു. അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയതിന് പുതിയകാവ് ക്ഷേത്ര ഭരണസമിതിക്കും ഉത്സവ കമ്മിറ്റിക്കും വെടിക്കെട്ട് സാമഗ്രികൾ എത്തിച്ചവർക്കുമെതിരെ ഹിൽ പാലസ് പോലീസ് കേസെടുക്കുകയും ചെയ്തു. അശ്വിൻ പാലാഴി, അശ്വിൻ, എന്തുകൊണ്ടാണ് ഇത്ര വലിയ അളവിൽ സ്ഫോടക വസ്തു എന്നതിന് ഉദാഹരണം എന്നതിന് മറുപടിയാകണം ഈ മത്സര വെടിക്കെട്ടിനുള്ള മറുപടി വെടിക്കെട്ടിനുള്ള പടക്ക ശേഖരമായിരുന്നു അത്, അല്ലേ അശ്വിൻ? തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെ സംശയിക്കേണ്ടി വരും. എന്തായാലും പോലീസ് ഇതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ ക്ഷേത്രം ദേവസ്വത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരമാണ് പോലീസിന്റെ ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്നലെ ഒരു വെടിക്കെട്ട് നടന്നിരുന്നു. അതിന്റെ ഭാഗമായി രണ്ടാം ദിവസത്തെ വെടിക്കെട്ടായിരുന്നു നടക്കേണ്ടിയിരുന്നത്. ഇന്നലെ നടന്ന വെടിക്കെട്ടിനെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഇന്നലെ നടന്നത് അനുമതിയില്ലാതെ നടത്തിയ അല്ലെങ്കിൽ അനുമതിക്ക് അപ്പുറത്തേക്ക് നടത്തിയ വെടിക്കെട്ടാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ കേസെടുത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള മത്സര വെടിക്കെട്ടിന്റെ ഭാഗമായി അളവിലേറെ അല്ലെങ്കിൽ അനുമതി ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഇത്രയേറെ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുകയും അതിന് തീപിടിച്ചുണ്ടായ വലിയൊരു അപകടത്തിൽ 25-ലധികം വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തെ ഗുരുതരമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അത് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുന്നതായും ജില്ലാ ഭരണകൂടം അടക്കം അറിയിക്കുന്നുമുണ്ട്. നിലവിൽ ഇതിന്റെ നഷ്ടപരിഹാരം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്നാണ് അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ NSK ഉമേഷ് വ്യക്തമാക്കിയത്. അടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടവും കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും ഈ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യങ്ങളും ആലോചനയിലാണ്. കാരണം ഈ സമീപത്തുള്ള വീടുകളിലൊന്നും അടുത്ത കുറച്ച് ദിവസത്തേക്ക് ആളുകൾക്ക് താമസിക്കാൻ കഴിയുന്നൊരു സാഹചര്യമില്ല. നമ്മൾ ആദ്യഘട്ടത്തിൽ കണ്ട ദൃശ്യങ്ങളിലടക്കം അത് വ്യക്തമാണ്. അവർക്ക് താമസിക്കാനാകുന്നൊരു സാഹചര്യമല്ല വീടിനുള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ ചില വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള സൗകര്യങ്ങൾ ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തണമെന്നാണ് ജനപ്രതിനിധികളടക്കം പറഞ്ഞത്. അത് ജില്ലാ ഭരണകൂടത്തിന്റെ ആലോചനയിലുണ്ട്. അത് അക്കാര്യങ്ങളടക്കം പുറത്ത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പുതിയതായി വരുന്ന വിവരം ഈ ക്ഷേത്ര ദേവസ്വത്തിനെതിരെ കേസെടുത്ത സംഭവമാണ്. ഒപ്പം ഈ വെടിക്കെട്ട് സാമഗ്രികളുമായി ഇവിടെ എത്തിയ 2 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുമുണ്ട്. അവരെ ചോദ്യം ചെയ്തതിലൂടെയാണ് കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതെന്നും മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ഹിൽ പാലസ് പോലീസാണ് ഈ കേസെടുത്തിരിക്കുന്നത്. അത്തരത്തിലുള്ള നടപടികളുമായി പോലീസും മുന്നോട്ട് പോവുകയാണ്. ഹാഷ്മി. ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.